രചന ഗംഗോത്രി. ഭാഗം 36. രാജുവിൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ വിഷ്ണു അവനോടൊന്നുകൂടി ചോദിച്ചു, എന്താടോ, ജാവേദ് നഗർ അത്രയ്ക്ക് ഭീകരമാണോ എന്ന് ചോദിച്ചാൽ അതെ. അവിടെ ഒന്നും കാണാൻ പോകാൻ പറ്റില്ല സാറേ. അവിടുത്തെ മനുഷ്യർ ഒരു പ്രത്യേക തരക്കാരാണ്. വെട്ടും കുത്തും കൊലപാതകവും. സാറിനെ പോലുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ കൊള്ളില്ല. അവരുടെ സ്ഥലത്തേക്ക് കടന്നാൽ തെറ്റാലി പ്രയോഗം എതിലെ വരുമെന്ന് പറയാൻ പറ്റില്ല, രാജു പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആർക്കെങ്കിലും അവിടെ വരണമെങ്കിൽ എന്തു ചെയ്യും? ഇങ്ങനെ തെറ്റാലി വെച്ച് എല്ലാവരെയും വീഴ്ത്താൻ പറ്റുമോ? അത് ജാവേദ് ഭായിയാണ് ആ സ്ഥലത്തിൻ്റെ നായകൻ. അവിടെയുള്ള ആളുകളെ അന്നം മൂട്ടുന്നത് അയാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് പറഞ്ഞാലും അവർ അനുസരിക്കും. എന്തെങ്കിലും ആശുപത്രി കേസ് ഉണ്ടായാൽ അയാളുടെ മാനേജർ ശിവലിംഗം ആശുപത്രിയിലേക്ക് വിളിക്കും. അയാളുടെ കൂട്ടുകാരൻ്റെ ആശുപത്രിയാണ്. അവിടെ അവർക്ക് സൗജന്യ ചികിത്സയാണ്. ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് ചെന്ന ഒരു യുവാവ് മരിച്ചു. അവൻ്റെ സഹോദരങ്ങൾ അവിടെ വന്ന് വഴക്കുണ്ടാക്കി. രണ്ടുപേരും പിറ്റേ ദിവസം കൊല്ലപ്പെട്ടു. അതാണ് അവസ്ഥ. അതിലെന്തോ ദുരൂഹതയില്ലേ രാജു? അതൊക്കെ തുറന്നു പറയാൻ ഭയമാണ് സാർ. ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടെയുള്ള ആളുകളെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത് അവരുടെ അവയവങ്ങളൊക്കെ എടുക്കാനാണ്. സാറിനറിയോ, ഈ ജാവേദ് ഭായിക്ക് പല ബിസിനസ്സുകളുമുണ്ട്. അവയവ കച്ചവടം മുതൽ സ്ത്രീകളെ വിദേശത്തേക്ക് കടത്തൽ, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകൽ, അവരുടെ അവയവങ്ങൾ എടുക്കുക, മയക്കുമരുന്ന് കച്ചവടം, കഞ്ചാവ് കൃഷിയുണ്ട്. ഈ ജാവേദ് നഗറിൽ തന്നെ കഞ്ചാവ് കൃഷിയുണ്ട്. അത് നീലച്ചടയൻ. എല്ലാവരെയും ഭായ് സോപ്പിട്ട് നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആരും ഭായിക്കെതിരായി സംസാരിക്കില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ പിന്നെ ജീവനോടെ ഉണ്ടാവുകയുമില്ല. എല്ലാം നോക്കി നടത്തുന്നത് ആരാണെന്ന് സാറിന് അറിയാമോ? അവരുടെ അമ്മയാണ്. മകനേക്കാൾ കേമിയ, ഒരു ദുഷ്ട കഥാപാത്രം. എത്രയോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കൊന്നിരിക്കുന്നു. അവർക്ക് കുറേ നാടോടി സ്ത്രീകളുണ്ട്. അവരെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അയക്കും. അവർ കുട്ടികളെ തട്ടിക്കൊണ്ടുവരും. അവരെ ഓരോ വഴിക്ക് ആക്കും. പിന്നീട് അവയവങ്ങൾ എടുക്കും. അതൊക്കെയാണ് അവരുടെ ഹോബി. അവരെ സഹായിക്കാൻ വലിയ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒക്കെയുണ്ട്. സാറിനറിയാമോ? അപ്പോൾ ഒരു ശുദ്ധികലശം ആവശ്യമാണ്, വിഷ്ണു മനസ്സിൽ പറഞ്ഞു. കേട്ടിട്ട് തന്നെ പേടിയാവുന്നടോ. ഇതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലേ? ബാലാവകാശ കമ്മീഷൻ പോലെ. അല്ലെങ്കിൽ 3-4 ചെറുപ്പക്കാർ ഇറങ്ങിയാൽ മതിയല്ലോ, വിഷ്ണു ചോദിച്ചു. ജീവനിൽ കൊതിയില്ലാത്ത ആരുണ്ട് സാറേ? രണ്ടുപേരുടെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ. ഓരോ പേരിൽ ഓരോ സംഘടനകൾ ഉണ്ടാക്കി വെറുതെ ഒരു പ്രഹസനം. കാശുള്ളവരുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. വോട്ട് ചോദിക്കുന്ന സമയമാകുമ്പോൾ ഇളിച്ചോണ്ട് വരും. പരസ്പരം എല്ലാവരും ചെളിവാരത്തേക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികൾ ചെയ്യും. വീണ്ടും വീണ്ടും വിഡ്ഢികളാകുന്ന ജനങ്ങൾ. ഇയാൾക്ക് ഇത്രയും വിവരം ഉണ്ടായിരുന്നു? വിഷ്ണു അതിശയത്തോടെ അയാളെ നോക്കി. എത്ര വരെ പഠിച്ചടോ? MA ഇംഗ്ലീഷ്. ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചു. വയറ് വിശന്നു തുടങ്ങിയപ്പോൾ കിട്ടിയ പണിക്ക് ഇറങ്ങി സാറേ. അല്ലാതെ എന്ത് ചെയ്യാനാ? എനിക്ക് രാജുവിൻ്റെ സഹായം വേണം. നമ്പർ ഒന്ന് തരാമോ? അതിനെന്താ, തരാമല്ലോ. ഗംഗ തമ്പിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനായിരുന്നു അവളുടെ പ്ലാൻ. കാർത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഒരു കൈകൊണ്ട് അവൾ അവൻ്റെ തലമുടിയിലൂടെ വിരലുകൾ ഓടിക്കുന്നുണ്ട്. കേസന്വേഷണം വേഗത്തിൽ നടത്തേണ്ടതുണ്ട്. തൻ്റെ ടീം അംഗങ്ങളുടെ സമ്മതത്തോടെയാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് സൂം മീറ്റ് കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടെയുള്ളവർ നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കാർത്തി അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓണാക്കി. ഗംഗ അവനെ പിന്നിൽ നിന്ന് പോയി കെട്ടിപ്പിടിച്ചു. പിന്നെ പതിയെ അവൻ്റെ ചെവിയിൽ കടിച്ചു. പിന്നെ വേണ്ടാട്ടോ, സീൻ കോൺട്രയാകുമേ. എനിക്ക് അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില ജോലിയുണ്ട്. എൻ്റെ പെണ്ണ് മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ടിരിക്കെ. നമുക്ക് വല്ലതും കഴിച്ചിട്ട് തരാം കാർത്തിയേട്ടാ, എനിക്ക് വിശക്കുന്നു. എന്നിട്ട് ഞാനും വിഷ്ണുവേട്ടനും കൂടെ പുറത്തേക്ക് പോകാം. ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. തമ്പിക്ക് പരിചയമുള്ള ആരോ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണണം. അവൻ എവിടെ ഉണ്ടെന്ന് അറിയണം. അവിടെ നിന്ന് അവനെ പുറത്ത് ചാടിക്കണം എനിക്ക്. വിഷ്ണു ഓരോ കാര്യങ്ങളും അവിടെ എഴുതി വയ്ക്കുകയായിരുന്നു. എന്താ ഏട്ടാ ഒരു കുത്തിക്കുറിക്കൽ? ഗംഗ ചോദിച്ചു. വിഷ്ണു രാജുവിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഗംഗയോട് പറഞ്ഞു. പിന്നെ രണ്ടുപേരും കൂടി കഴിക്കാനായി താഴേക്ക് പോയി. അപ്പോഴാണ് കാർത്തിയും അങ്ങോട്ട് വന്നത്. അവർ കാർത്തിയോടും വിവരങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഗംഗയുടെ ഫോൺ ശബ്ദിച്ചത്. പരിചയമില്ലാത്ത നമ്പറായിരുന്നു.
അവൾ കാർത്തിയെ നോക്കി. അവൻ കോൾ എടുക്കാനായി കണ്ണുകൾ കൊണ്ട് കാണിച്ചു. തുടരും.